സ്നേഹമുള്ളവരെ, ലോകപ്രശസ്തമായിട്ടുള്ള ഒരു നോവലാണ് പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ്. അതിൽ സ്പെയിനിൽ അൻഡാലൂസിയ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു ആട്ടിടയൻ്റെ കഥയാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു ദർശനമുണ്ടാവുകയാണ്. ഈജിപ്തിലെ പിരമിഡുകളുടെ സമീപത്ത് മണ്ണിൽ പൂഴ്ത്തിയിട്ടിരിക്കുന്ന ഒരു വലിയ നിധി. അത് കണ്ടെത്തുന്നതിനായി അദ്ദേഹം തൻ്റെ ആടുകളെ മുഴുവൻ വിൽക്കുകയും യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നു. യാത്രയുടെ ഇടയ്ക്ക് ഒരുപാട് കഷ്ടതകളെ അതിജീവിക്കേണ്ടി വരുന്നുണ്ട്. തൻ്റെ സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കപ്പെടുന്നു. പല ആളുകളുടെ കീഴിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നു. ജീവിതം ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ഫാത്തിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാകുന്നു. ഇങ്ങനെ അദ്ദേഹം അവസാനം ഈജിപ്തിലെ പിരമിഡുകളുടെ ഇടയിൽ താൻ കണ്ടെത്തിയ സ്ഥലത്ത് നിധി കുഴിച്ചെടുക്കാനായിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ ഒരു കൂട്ടം കള്ളന്മാർ അയാളെ ആക്രമിച്ച് കീഴടക്കുന്നുണ്ട്. ഈ കള്ളന്മാരുടെ നേതാവ് അദ്ദേഹത്തോട് പറയും, എന്തൊരു മണ്ടനാണ് താൻ, എനിക്കും ഇങ്ങനെ പല ദർശനങ്ങളുണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ദർശനം സ്പെയിനിലെ അൻഡലൂസിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ അടുത്തുള്ള ഒരു സിക്കമൂർ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു വലിയ നിധിയുണ്ട് എന്നുള്ളതാണ്. സാന്റിയാഗോ ഓർത്ത് നോക്കി, താൻ എവിടെ നിന്നാണ് യാത്ര തിരിച്ചത് അതേ സ്ഥലം തന്നെയാണത്. അയാൾ തിരികെ നടക്കുകയാണ്. ഈ മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന നിധി കണ്ടെത്തുകയും അത് കുഴിച്ചെടുക്കുകയും ചെയ്യുന്നു. എന്തിനാണ് ദൈവം ഇതിനെ മാത്രം കഷ്ടപ്പാടുകൾ സഹിക്കുന്നതിന് ഈ സാന്റിയാഗോയെ ഇടവരുത്തിയത്? അദ്ദേഹത്തിൻ്റെ യാത്രയും അദ്ദേഹം നടത്തിയ കഷ്ടപ്പാടുകളുമൊക്കെ അദ്ദേഹത്തെ ഒരു ആട്ടിടയനിൽ നിന്ന് ഒരു വലിയ നിധി സ്വന്തമായിട്ടുള്ള ഒരു മനുഷ്യനിലേക്ക് നയിക്കുകയായിരുന്നു. ആ ഒരു പക്വത കിട്ടാൻ വേണ്ടിയിട്ടാണ് ദൈവം അയാളെ കഷ്ടപ്പെടുത്തുന്നത്. ഇതേപോലെ തന്നെയാണ് ഇന്നത്തെ സുവിശേഷവും വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ദൈവം എലിസബത്ത് സക്കറിയ ദമ്പതികളെ എന്തിനാണ് ഇതിന് മാത്രം കഷ്ടപ്പെടുത്തിയത്? അവരാകട്ടെ ദൈവസന്നിധിയിൽ നീതിനിഷ്ഠരായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം പാലിക്കുന്നവരായിരുന്നു. അവർ പൗരോഹിത്യ വംശത്തിൽപ്പെട്ടവരായിരുന്നു. എന്നിട്ട് പോലും ന്യായമായിട്ടും അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു കുഞ്ഞിനെ കിട്ടുക എന്നുള്ള ന്യായമായിട്ടുമുള്ള ഒരു അവകാശം അവർക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുകയില്ല. ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. പെട്ടെന്ന് കിട്ടാവുന്ന കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ അവസാനമേ കിട്ടുകയുള്ളൂ. ഇന്നത്തെ സുവിശേഷത്തിൽ എലിസബത്ത് സക്കറിയ ദമ്പതികളെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ അടുക്കൽ ഒരുപാട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവർക്ക് ഒരു കുഞ്ഞിനെ കിട്ടുന്നത്. ദൈവത്തിൻ്റെ അടുക്കൽ ഒരുപാട് പ്രാർത്ഥിച്ചു എന്നുള്ളത് സക്കറിയയുടെ അടുക്കൽ മാലാഖ വരുന്ന സമയത്ത് പറയുന്നുണ്ട്. നിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തിയിരിക്കുന്നു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബവും കൂട്ടുകാരും ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ചില പ്രാർത്ഥനകൾ അങ്ങനെയാണ്. നമുക്ക് ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത് 3 തരത്തിലാണ് എന്ന് പറയാറുണ്ട്. ഒന്നാമത്, ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം അപ്പോൾ തന്നെ ദൈവം നമുക്ക് തരും. ചില ജോലി കിട്ടാനുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയത് കണ്ടെത്തുന്നതിനുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളും അങ്ങനെയാണ്. ചിലപ്പോഴും ദൈവം നമുക്ക് നമ്മൾ ചോദിക്കുന്ന കാര്യം അപ്പോഴോ പിന്നെയോ മറ്റൊരു കാര്യമായിട്ട് തരും. ചില കുട്ടികൾ മാതാപിതാക്കളോട് വിശക്കുന്നുവെന്ന് പറയുമ്പോൾ അവർ ചോറിന് വേണ്ടിയിട്ടാണ് വിശക്കുന്നതെങ്കിൽ ചിലപ്പോഴും അവരുടെ സ്നേഹനിധിയായിട്ടുള്ള അപ്പൻ ബിരിയാണി വാങ്ങിക്കൊടുക്കുമെന്ന് വിചാരിക്കുക. അതുപോലെ ചില പ്രാർത്ഥനാ അനുഭവങ്ങൾ, പ്രാർത്ഥനയുടെ സ്വരം കേട്ടതിൻ്റെ അനുഭവങ്ങൾ നമുക്കുണ്ട്. മൂന്നാമത്, കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ദൈവം തരുന്നത്. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ച കാര്യം അല്ലെങ്കിൽ അത് തന്നെ കുറച്ചുകൂടി ഗുണമേന്മയിൽ ദൈവം നമുക്ക് തരും. പഴയ നിയമത്തിൽ ഇതേപോലെ പ്രാർത്ഥനയുടെ അവസാനം ഒരുപാട് പ്രാർത്ഥിച്ച് എത്രമാത്രം പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നുവെന്ന് തമ്പുരാൻ പരീക്ഷിച്ചതിന് ശേഷം ഈ ഒരു നിധി, ഈ ഒരു കാര്യം അവർക്ക് സ്വീകരിക്കത്തക്ക തരത്തിലുള്ള പക്വതയുണ്ടാക്കിയതിന് ശേഷം ദൈവം കൊടുക്കുന്നുണ്ട്. അബ്രാഹത്തിന് ദൈവം കുഞ്ഞിനെ കൊടുക്കുന്നത്, ഇസഹാക്കിനെ കൊടുക്കുന്നത് അബ്രാഹത്തിന് 100 വയസ്സും സാറായിക്ക് 90 വയസ്സും ഉള്ളപ്പോഴാണ്. അവസാനം ദൂതൻ വന്നിട്ട് പറയും, നിനക്കൊരു കുഞ്ഞുണ്ടായിരിക്കും. ആ സമയത്ത് അബ്രാഹം നിലത്ത് കിടന്ന് ചിരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഇനിയും ഇസഹാക്കിന് ദൈവം കുഞ്ഞിനെ കൊടുക്കുന്നത്
ഇസഹാക്കിന് ദൈവം ഏസാവിനെയും യാക്കോബിനെയും കൊടുക്കുന്നത് അവരുടെ പ്രായമായി അവരുടെ ഒരുപാട് പ്രാർത്ഥനയ്ക്ക് ശേഷം തന്നെയാണ്. ഇതേപോലെ നമ്മൾ വായിക്കുന്നുണ്ട്, യാക്കോബിന് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായിട്ടുള്ള റാഹേലിൽ ബെഞ്ചമിനെയും ജോസഫിനെയും ദൈവം കൊടുക്കുന്നത് അവൾ ഒരുപാട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 15 മുതലുള്ള അധ്യായങ്ങളിലാണ് ഈ 3 പേരെയും നമ്മൾ കണ്ടെത്തുന്നത്. വീണ്ടും നമുക്കറിയാം, സാമുവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ എൽക്കാനയുടെ ഭാര്യയായിട്ടുള്ള ഹന്ന ഒരുപാട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് സാമുവേൽ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ ദൈവം കൊടുക്കുന്നത്. അതായത് ഇതിന് മാത്രം നല്ല മനുഷ്യരെ, പ്രവാചക ധീരതയുള്ളവരെ ദൈവം കൊടുക്കുന്നത് അവരുടെ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ട പക്വത നേടുകയും ചെയ്തതിന് ശേഷമാണ്. പ്രാർത്ഥനകൾ അങ്ങനെയാണ്. ദൈവം ഈശോയുടെ പ്രാർത്ഥന, ഗെത്സമേൻ തോട്ടത്തിലുള്ള പ്രാർത്ഥന കേൾക്കുന്നത്, കുരിശിലെ പ്രാർത്ഥന കേൾക്കുന്നതൊക്കെ എപ്പോഴാണ്? ഉയർത്തെഴുന്നേൽപ്പിലൂടെയുള്ള മറുപടി കിട്ടിയതിന് ശേഷം 3 ദിവസങ്ങൾക്ക് ശേഷമല്ലേ? ലാസർ മരണാസന്നനായിരിക്കുന്നു എന്നുള്ള വാർത്ത യേശു കേട്ടതിന് ശേഷം 4 ദിവസം കഴിഞ്ഞിട്ടാണ് യേശു അവരുടെ അടുക്കൽ ശവകുടീരത്തിലെത്തി അയാളെ ഉയർപ്പിക്കുന്നത്. അതായത് നമുക്ക് ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത് പലതരത്തിലായിരിക്കും. നമ്മുടെ ഒരു പ്രശ്നം ഇതാണ്, നമ്മളിത്രയും ആധുനിക ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെല്ലാം പെട്ടെന്ന് കിട്ടണമെന്ന് ചിന്തിക്കുന്ന തരത്തിൽ നമ്മുടെ മനസ്സുകളെ നമ്മൾ രൂപാന്തരപ്പെടുത്തി എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് യാത്ര ചെയ്യണം. ഒരിടത്തും ഒരു ബസ് നോക്കിപ്പോലും 10 മിനിറ്റ് നോക്കിയിരിക്കാനായിട്ടുള്ള കാത്തിരിപ്പിനുള്ള ഒരു ക്ഷമയോ മനസ്സോ നമുക്കില്ല. നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ടാകാം അത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് ഏത് ഭാഗത്തേക്കും 1 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാവുന്ന തരത്തിലുള്ള പേടകം നിർമ്മിക്കുന്നതിനെ പറ്റിയിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കാലഘട്ടത്തിലാണ് സന്തോഷ് കുമാറിൻ്റെ നാരകങ്ങളുടെ ഉപമയെന്നുള്ള കഥ പല പ്രാവശ്യം നമ്മൾ വായിക്കേണ്ടത്. അതിൽ അദ്ദേഹം പറയും, ഒരു നാരകം നമ്മളതിൻ്റെ വിത്തിട്ട് നട്ട് മുളച്ച് 1 ഇല, പിന്നീട് 2 ഇല, 4 ഇല ഇങ്ങനെ വരുന്നത്, അത് ആസ്വദിക്കുന്നതാണ് ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതാണ്, അതായത് കാത്തിരിപ്പുകൾക്കൊരു സുഖമുണ്ട്, കാത്തിരിപ്പുകളിൽ ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മളൊക്കെ ആത്യന്തികമായിട്ട് നിത്യസൗഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണല്ലോ. ഈ കാത്തിരിപ്പിൻ്റെ പ്രാർത്ഥനയുടെ സുഖവും കാത്തിരിപ്പിൻ്റേതായിട്ടുള്ള ആ ഒരു ശ്രേഷ്ഠതയും ഈ കാത്തിരിപ്പ് നമ്മളിൽ വരുത്തുന്നതായിട്ടുള്ള പക്വതയും ഇത് അറിയുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഒരു ഭാഗം. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര തിരക്ക് പിടിച്ചാലും എത്ര ധൃതി പിടിച്ചാലും നമുക്ക് കിട്ടുന്ന ഈ ആയുസ്സിൻ്റെ ദൈർഘ്യം ഇത് തന്നെയായിരിക്കും. നമ്മളിവിടെ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളും എത്ര തിരക്ക് പിടിച്ചാലും ഇതൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ, പ്രാർത്ഥനാപൂർവം കാത്തിരിക്കാനായിട്ടുള്ള ഒരു മനസ്സ്, അതാണ് സഖറിയായിൽ നിന്നും എലിസബത്തിൽ നിന്നും നമ്മൾ പഠിച്ചെടുക്കേണ്ട പ്രാഥമിക പാഠം. അതാണ് ക്ഷമാപൂർവം കർത്താവിൻ്റെ 2ാമത്തെ ആഗമനത്തിനായിട്ട് കാത്തിരിക്കുന്ന നമുക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളെയും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെയും ഒക്കെ അതൊക്കെ ദൈവം നമുക്ക് യഥാസമയം തരും എന്നുള്ള ആ ഒരു ചിന്തയിൽ കാത്തിരിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. എല്ലാവരും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.